ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മാങ്ങയും ചക്കക്കുരുവും കൂടെ ഇട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം അടുപ്പിലാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഉണ്ടെങ്കിലും അടുപ്പിലായിരിക്കും, വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ ചക്കക്കുരു വെന്തതിന് ശേഷം പച്ച മാങ്ങയും അതും കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതൊന്ന് മൂപ്പിക്കണം. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അതിന് അരപ്പിനായിട്ട് നാളികേരത്തിൽ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മഷി പോലെ അരയ്ക്കണം. അരയാതിരിക്കുമ്പോൾ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നല്ലവണ്ണം അരച്ച് അതിലോട്ട് നമ്മൾ വേവിച്ച് നമ്മുടെ കഷ്ണത്തിലേക്ക് ഒഴിക്കുക. കഷ്ണത്തിൽ ഒന്ന് തിളച്ചതിന് ശേഷം കഷ്ണത്തിലോട്ട് ഒഴിച്ചെടുക്കുക. അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് ലൂസായിട്ട്, ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കാതെ കുറച്ച് ലൂസായിട്ട്, എന്നാൽ ഒരുപാട് വെള്ളം പോകാത്ത രീതിയിൽ ഒരു ചെറിയ ഗ്രേവി രീതിയിൽ നമുക്ക് ചോറിനോടൊക്കെ കഴിക്കാൻ പണ്ട് കാലത്ത് എല്ലാവരും ഇതൊക്കെയാണ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ആരും ഇതൊന്നും അധികം വയ്ക്കത്തില്ല. എനിക്ക് തോന്നുന്നു ആർക്കും സമയമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. നമ്മൾ പിന്നെ വീട്ടിൽ ഇരുന്ന് മാങ്ങയും ചക്കക്കുരുവൊക്കെ തൊലിയെല്ലാം ചെത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റൊക്കെ ചെയ്യാം. എനിക്ക് ഇതുവരെ ആരും കമൻറ്റൊന്നും ചെയ്യാറില്ല. നമ്മൾ പുതുതായിട്ട് ഈ ചാനലൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരല്ലേ നമുക്ക് സപ്പോർട്ടൊക്കെ തരാം. അപ്പം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എൻ്റെ ചാനലിനെ മുൻപോട്ട് നയിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചക്കക്കുരു മാങ്ങയിട്ടൊക്കെ ഒഴിച്ചു കറി വയ്ക്കുമോ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ വെച്ച് നിങ്ങളുടെ അമ്മയെല്ലാം വെച്ച് തന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസും ഇടാം. എങ്ങനെയാണ് ഈ കറി വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ അതിനുശേഷം നമുക്കിനി താളിക്കാം. കറിയുടെ മുകളിൽ താളിക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് കടുകും ഇട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരണം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് പിന്നെ എല്ലാവർക്കും അറിയാം താളിച്ച് കൊടുക്കുന്നത്, എങ്കിലും നമ്മൾ അതും കൂടെ കാണിക്കാമെന്ന് കരുതി. അങ്ങനെ എണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് അങ്ങനെ അതും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ് വരണം. ഒരുപാട് കറുക്കരുത്, മൂത്ത് പോയാൽ ഒരുപാട് കറുത്തു പോകും. അതുകൊണ്ട് അത്രയും മൂപ്പിക്കാതെ ഒരു മീഡിയം സൈസ് പരുവത്തിൽ വറുത്തെടുക്കണം. വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു. നല്ലോണം മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി